ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കുറേ പേര് കമൻറ്റിലും പറഞ്ഞിരുന്നു ഇലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല എന്ന്. അപ്പം അതുപോലെ തന്നെ അറിയുന്നവരെ ഉണ്ടാവും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിളായിട്ട് ആണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ അറിയാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ മെറ്റീരിയൽസൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എൻ്റെ വേറെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അതിൽ എൻ്റെ നമ്പറും ഉണ്ട്, അത് നോക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഇത് 1 മീറ്റർ വാങ്ങിയാൽ തന്നെ കുറേ നമുക്ക് ഉണ്ടാക്കാനുള്ളതുണ്ടാവും കേട്ടോ. അപ്പോൾ 1 മീറ്റർ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് അതുപോലെ വാങ്ങിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്നും ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കെട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കെട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുപ്പത്തിൽ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു ഫ്ലവർ ബീഡാണ്. ഇതിൻ്റെ 2 സൈഡിലും ഹോൾ വരുന്നുണ്ട്, നടുക്കല്ല ഹോളുള്ളത്, 2 സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെയും മുത്തൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ ബീഡ് മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതേപോലെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് കെട്ടിടാം. ആ കെട്ടിടാൻ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഫസ്റ്റ് സാധാ ഒരു കെട്ടിടുക. അതിന് ശേഷം ഇത് ഈ കെട്ടിൻ്റെ മുകൾ ഭാഗം ഫസ്റ്റ് ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാക്കിയതിന് ശേഷം എസ് രൂപത്തിൽ ഇതേപോലെ കെട്ടിട്ടാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കെട്ടിടാം. ഈ കെട്ട് ഒരിക്കലും അഴിഞ്ഞു പോവില്ല, നല്ല ടൈറ്റിൽ തന്നെ നിൽക്കും. അപ്പോൾ കുറേ പ്രാവശ്യമൊന്നും കെട്ടിടേണ്ട ആവശ്യമില്ല. അത് 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് റീഫ് നോട്ട് എന്നാണ് ഈ കെട്ടിൻ്റെ പേര്. നമുക്ക് കെട്ടിടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഇലാസ്റ്റിക് കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളറ് ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഇലാസ്റ്റിക് തന്നെ 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് സ്ക്രഞ്ചീസിൻ്റെ ഇലാസ്റ്റിക് കൊണ്ട് കുറച്ച് കട്ടിയുള്ളത്, ഇത് ഭയങ്കര തിന്നായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് സ്ക്രഞ്ചീസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 വിധത്തിലുണ്ടെന്നൊന്ന് പറഞ്ഞു തന്നതാണ്. ഇതിലും ഞാനൊരു ഫ്ലവർ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേ രീതിയിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഈ പാസ്റ്റൽ ബീഡ് തന്നെ ഹോള് കുറഞ്ഞ ടൈപ്പ് ഉള്ളതുണ്ട് കേട്ടോ. അത് വാങ്ങിക്കരുത്, കുറച്ച് ഹോളുള്ളത് തന്നെ വാങ്ങിക്കണം. ഹോള് ചെറുതാവുമ്പോൾ നിങ്ങൾക്കിതിൽ പറ്റില്ല കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു യെല്ലോ കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ബീഡൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ബീഡ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ ഓരോ ഐഡിയ പോലെ എത്ര ബീഡ് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബീഡൊക്കെ ഹോൾസ് ഉള്ള ബീഡാണ്, ഹോൾസ് ഇല്ലാത്ത ബീഡും ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ വാങ്ങുമ്പം. നിങ്ങൾ വാങ്ങുമ്പം ഇലാസ്റ്റിക്കിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനാണെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് വേണം വാങ്ങിക്കാൻ. എന്നിട്ട് നമുക്കിത് ഇതേപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഈ കെട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചിലർക്കൊന്നും ഈ കെട്ടറിയില്ല, കുറേ പ്രാവശ്യം കുറേ കെട്ടിടും, അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് 3 എണ്ണം ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ബീഡ്സാണ് ഉള്ളത് അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. 1 ബീഡ് വെച്ചിട്ടും 2 ബീഡ് വെച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് മിഠായി ഷേപ്പിലുള്ള പാസ്റ്റൽ ബീഡാണ്. ഇതിനൊക്കെ ഹോൾ വരുന്നത് വലുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഇലാസ്റ്റിക്കിൽ പറ്റുന്ന ബീഡാണ് ഇതൊക്കെ. ഈ പാസ്റ്റൽ ബീഡിൽ തന്നെ ചെറിയ ടൈപ്പും ഉണ്ട് കേട്ടോ. ഫ്ലവർ ബീഡൊക്കെ വരുന്നത് ചെറിയ ഹോളാണ്, അതിൽ ഈ ഇലാസ്റ്റിക് പറ്റില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതാ അങ്ങനെ കെട്ടിട്ട്, അപ്പോൾ ഇത്രയും ഹെയർ ബാൻഡാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്